الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ ആയത്തിലൂടെ മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരുമാണ് എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം അതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി 3-ാമത് പറയുന്ന കാര്യം, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ മുത്തഖികൾ അവർ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാം നൽകിയതിൽ നിന്ന്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇസ്ലാമിലെ നിർബന്ധ ദാനമായ സക്കാത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ എത്തുന്ന പരമ്പരയോട് കൂടിയ റിപ്പോർട്ട് മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് തഫ്സീറുകളിൽ നമുക്ക് കാണാം. നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, യുതൂന സകാത ഇഹ്തിസാബൻ ബിഹാ, അവർ അതിന്റെ അഥവാ അവരുടെ സമ്പത്തിന്റെ ഹിസാബ് നോക്കിക്കൊണ്ട് സകാത്ത് കൊടുക്കുന്നവരാണ് എന്നതാണ് ആ ആയത്തിന്റെ ആ ഭാഗം സൂചിപ്പിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രയോഗം. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ധനം സമ്പാദിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ഉൽപാദനവും നമ്മുടെ പ്രയത്നവും വഴിയാണ് എന്ന് നമുക്കറിയാം. ഭൂമിക്ക് ഉൽപാദന ശക്തി നൽകിയത് ആരാ? അതിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് പിന്നീട് മൊത്തത്തിൽ പ്രയോജനപ്രദമാക്കുന്നതും ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതെല്ലാം അല്ലാഹു ആണ് എന്ന് നമുക്കറിയാം. നമുക്ക് പണിയെടുക്കുവാനുള്ള അറിവും അതുപോലെ തന്നെ കഴിവും സാഹചര്യവുമെല്ലാം നൽകുന്നത് അത് അല്ലാഹു ആണ്. നമുക്ക് ലഭിക്കുന്ന സമ്പത്തിന്റെ തോത് നിശ്ചയിക്കുന്നത് അത് അല്ലാഹു ആണ്. ആ അല്ലാഹു നൽകിയ ധനവും വിഭവങ്ങളും അവൻ നിശ്ചയിക്കുന്ന വിഷയങ്ങളിൽ ചിലവഴിക്കുവാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് സഹോദരങ്ങളെ. ഇസ്ലാം കാര്യങ്ങളിൽ വളരെ പ്രാധാന്യപൂർവ്വം പരിശുദ്ധ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ സക്കാത്ത്. ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും വിമലീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിൽ മനുഷ്യ നിലനിൽപ്പിന്റെ നിദാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ധനത്തിന് വലിയ സ്ഥാനമാണ് സഹോദരങ്ങളെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നോ, മനുഷ്യനെ സമ്പത്ത് വലിയ ഒരു പരീക്ഷണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ, നിശ്ചയം ഓരോ സമുദായത്തിനും ഓരോ പരീക്ഷണ കാരണങ്ങളുണ്ട്. എന്റെ സമുദായത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് അത് ധനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. സഹോദരങ്ങളെ, ഇന്ന് ഈ ധനത്തിന്റെ വിഷയത്തിലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ
മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് ധനവുമായി ബന്ധപ്പെട്ട വിഷയം. എങ്ങനെയാണ് ധനം നമ്മളുടെ കൈകളിൽ വരുന്നത്? ഹറാമിന്റെ വഴിയിലൂടെയാണോ അതോ ഹലാലായ വഴിയിലൂടെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ ധനം എങ്ങനെയാണ് നമ്മൾ വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും കൃത്യമായ ഒരു ധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. സക്കാത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ ഹിജ്റ 2-ാം വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേൽ നിർബന്ധമാക്കുന്നത്. ഒരാള് ഷഹാദത്ത് കലിമ അംഗീകരിച്ച് മുസ്ലിം ആകുന്നതോടുകൂടി പിന്നെ നമസ്കാരമാണ് ആദ്യം നിർവഹിക്കേണ്ടത്. ഈ നമസ്കാരത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞ ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്ന വിഷയം. സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധനകളുണ്ട്. അത് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത് ഒന്ന് മുസ്ലിം ആയിരിക്കണം, അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കണം, സമ്പത്തിന്റെ തോത് ഉടമപ്പെടുത്തിയ വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങൾക്കൊഴിച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് അത് വിഷയം തികയേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. മുസ്ലിം ആവാത്തവന് സക്കാത്ത് നിർബന്ധമില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുവാനുള്ള കാരണം എന്താ? അവിശ്വാസികൾ സക്കാത്തിന്റെ പേരിൽ വല്ലതും നൽകിയാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ കാര്യമാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്? അവർ അല്ലാഹുവിലും അവന്റെ ദൂതനിലും അവിശ്വസിച്ചിരിക്കുന്നതും മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരത്തിന് ചെല്ലുകയില്ല എന്നതും വെറുപ്പുള്ളവരായിക്കൊണ്ടല്ലാതെ അവർ ചെലവഴിക്കുകയില്ല എന്നതും മാത്രമാണ് അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ കുറിച്ചും കപടവിശ്വാസികളെ കുറിച്ചും സൂറത്തു തൗബയിലൂടെ പറയുക സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ മുസ്ലിം ആകണമെന്നുള്ള നിബന്ധന ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി സക്കാത്ത് നിർബന്ധമാകാനുള്ള മറ്റൊരു നിബന്ധന അയാൾ സ്വതന്ത്രനായിരിക്കണമെന്നതാണ്. അടിമകളുടെ സമ്പത്ത് അത് അവരുടെ യജമാനന്മാർക്കുള്ളതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മൻ ബാഅ അബ്ദൻ, ആരെങ്കിലും ഒരു അടിമയെ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വലഹു മാലും ഫമാലുഹു ലിബാഇഹി, അവന്റെ അതായത് അടിമയുടെ സമ്പത്ത് വാങ്ങുന്ന ആൾക്കുള്ളതാകുന്നു. ഇല്ലാ അൻ യസ്തിറതഉൽ മുബ്താ, വിൽക്കുന്നവൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധന ഒഴിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ സഹോദരങ്ങളെ. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? അടിമക്ക് എത്ര സമ്പത്തുണ്ടായി കഴിഞ്ഞാലും അത് യജമാനനുള്ളതായതുകൊണ്ട് ആ യജമാനനാണ് അതിന് സക്കാത്ത് നൽകേണ്ടത്, അടിമയല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് ഒരു അടിമത്ത വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇത് നിബന്ധനയായി കൊണ്ടുവെക്കുകയാണ്. ഇനി സക്കാത്ത് നിർബന്ധമാകാനുള്ള മറ്റൊരു നിബന്ധന അത് സമ്പത്തിന്റെ തോത് ഒരു മുസ്ലിം ഉടമപ്പെടുത്തിയിരിക്കണം എന്നതാണ്. സക്കാത്ത് നിർബന്ധമാകാൻ ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ള തോത് ആ വ്യക്തിയുടെ കൈവശമുണ്ടായിരിക്കണമെന്നാണ്. ആ തോത് സമ്പത്തിന്റെ ഇനങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും. ഇതൊരു കർമ്മശാസ്ത്ര വിഷയമായതുകൊണ്ടും അതുപോലെ തന്നെ സമയം ദീർഘിച്ചു പോകുമെന്നതുകൊണ്ടും ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇപ്പോൾ സഹോദരങ്ങളെ കടക്കുന്നില്ല. എങ്കിലും സഹോദരങ്ങളെ, സ്വതന്ത്രമായി സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ, അതായത് സമ്പത്ത് ഉടമപ്പെടുത്തിയ വ്യക്തികൾ, അവർ തങ്ങളുടെ കൈവശമുള്ള സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് സ്വർണത്തിന്റെ കാര്യമെടുക്കാം. സ്വർണത്തിന്റെ നിസാബ്, അതായത് സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് 20 മിസ്കാലാണ്. അതായത് 85 ഗ്രാം വരുന്നതാണ് 20 മിസ്കാൽ. ഒരാൾക്ക് കുറെ പെൺകുട്ടികളുണ്ട് എന്ന് സങ്കല്പിക്കുക. അവർക്കെല്ലാം അല്പം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി കൂട്ടിയാൽ സക്കാത്ത് നൽകേണ്ട നിസാബ് എത്തും. എന്നാൽ ആ പെൺകുട്ടികളെ വെവ്വേറെ നോക്കുകയാണ് എങ്കിൽ അത് നിസാബ് എത്തുകയില്ല. ഈ വിഷയത്തിൽ പല ആളുകൾക്കും സഹോദരങ്ങളെ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ആഭരണങ്ങൾ പെൺകുട്ടികൾക്ക് അണിയാൻ കൊടുക്കുകയും അതിന്റെ ഉടമാവകാശം പിതാവിന് തന്നെയാണ് എങ്കിൽ ആ സ്വർണമെല്ലാം ഒരുമിച്ച് കൂട്ടി നിസാബ് എത്തിയാൽ അതിന് സക്കാത്ത് നൽകുകയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ആ സ്വർണം അവർക്ക് നൽകിയത് എങ്കിൽ അതെല്ലാം ഒരുമിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. പെൺകുട്ടികളിൽ ആരുടെയെങ്കിലും പക്കലുള്ള സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ട നിസാബ് എത്തിയാൽ ആ സമയം അതിന് സക്കാത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടികളുടെ കയ്യിലുള്ള സ്വർണങ്ങൾ
അതെല്ലാം കൂട്ടി വെക്കുകയാണ് എങ്കിൽ, അങ്ങനെ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് നിസാബെത്തുകയാണ് എങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. കാരണം ആ പെൺകുട്ടികൾ ആ ആഭരണങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ വേണ്ടി കഴിയുന്ന ആളുകളല്ല. അതിന്റെ ഉടമസ്ഥത, അതിന്റെ അവകാശമുള്ളത് പിതാവിനായതുകൊണ്ട് അതെല്ലാം ചേർത്ത് വെച്ച് നോക്കുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. സഹോദരങ്ങളെ, ഇനി സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധന അത് കൈവശമുള്ള സമ്പത്തിന് വർഷം തികയണം. ഒരു വർഷം തികയുന്നതിന് മുമ്പ് അതിന് സക്കാത്ത് നിർബന്ധമാക്കുക എന്നത് സമ്പന്നർക്ക് ഉണ്ടാക്കുന്നത് പോലെ സക്കാത്ത് നിർബന്ധമാവാനുള്ള പരിധിയുടെ കാലാവധി ഒരു വർഷത്തേക്കാൾ കൂട്ടുക എന്നത് സക്കാത്തിന്റെ അവകാശികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഇസ്ലാമിക ശരീഅത്ത് ഈ രണ്ട് വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ടാണ് ഒരു വർഷം തികയുക എന്ന നിബന്ധന നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് സക്കാത്ത് നൽകേണ്ട വ്യക്തി മരണപ്പെടുകയോ അവനിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെടുകയോ ചെയ്താൽ അവൻ കുറ്റക്കാരനല്ല എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. എന്നാൽ ഈ വർഷം തികയുക എന്നത് ഈ വർഷം തികയുക എന്ന ആ നിബന്ധന അത് കാലി സമ്പത്ത്, കൃഷി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവക്ക് ബാധകമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു വർഷം തികയലാണ് അതിന്റെ പരിധി. അതിന് ചിലപ്പോൾ ലാഭം അതിനിടക്കായിരിക്കും നമുക്ക് ലഭിക്കുക. അതുമുതൽ ഒരു വർഷം തികയേണ്ട ആവശ്യമില്ല. കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു വർഷം തികഞ്ഞാൽ മതി. കാലി സമ്പത്തിന് നിശ്ചിത എണ്ണം തികഞ്ഞാൽ അതിന് സക്കാത്ത് നൽകണം. എന്നാൽ കൃഷിക്ക് അതിന്റെ വിളവെടുപ്പ് കാലത്ത് അത് നൽകണം. ഈ വിഷയ സംബന്ധമായി കൂടുതൽ പഠിക്കുന്നതിന് അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുമായിട്ട് കൂടിയാലോചിക്കണം, അല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദമാക്കിയ 8 വിഭാഗങ്ങൾക്കല്ലാതെ സക്കാത്തിന്റെ വിഹിതം നൽകുവാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനും വഴിപോക്കനും മാത്രമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് എന്ന് സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് ബാധ്യതയായി ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഈസാ അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് സൂറത്തുൽ മറിയമിലും, ഇബ്രാഹിം അലൈഹിസ്സലാമയും ലൂത്ത് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇസ്ഹാഖ് അലൈഹിസ്സലാം, യഅ്കൂബ് നബി അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാർക്ക് സക്കാത്തിനെ കുറിച്ച് ബോധനം ലഭിച്ചതായി സൂറത്തുൽ അംബിയായിലും നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ കൈവശമുള്ള സമ്പത്തിന് എപ്പോഴാണോ അതിന്റെ തോതെത്തുന്നത്, വർഷം തികയുന്നത്, അപ്പോൾ സക്കാത്ത് നിർബന്ധമാകും. സക്കാത്ത് നിർബന്ധമായിട്ട് പിന്നീട് അത് നൽകുന്നത് പിന്തിപ്പിക്കുവാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ. അങ്ങനെ സക്കാത്ത് പിന്തിപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, നമുക്കറിയുവാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല നമ്മുടെ ആയുസ് എത്രയാണ് എന്ന്. ഒരുപക്ഷെ അത് വീട്ടുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെടുകയാണ് എങ്കിൽ നമ്മിൽ ആ ബാധ്യത അവശേഷിക്കുന്നതാണ്. അനന്തരാവകാശികൾ അത് വീട്ടുകൊള്ളണമെന്നില്ല, അവർക്കത് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് നിർബന്ധമായ ഉടനെ തന്നെ അത് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ കണിശത കാണിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഏതൊരു സമൂഹമാണോ അവർ സക്കാത്ത് നൽകാതിരിക്കുന്നത് അവർക്ക് ആകാശത്ത് നിന്നും മഴ തടയപ്പെടുന്നതാണ്. നാൽക്കാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ മഴ തീരെ വർഷിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഏതൊരു ജനതയാണോ സക്കാത്ത് തടഞ്ഞു വെക്കുന്നത് അവരെ അള്ളാഹു വരൾച്ച മൂലം പരീക്ഷിക്കുന്നതാണ് എന്ന് ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. സക്കാത്ത് നൽകാത്തവരെ തങ്ങളുടെ സമ്പത്തുകൾ കൊണ്ട് അന്ത്യനാളിൽ ശിക്ഷിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സമ്പത്തുള്ള ഏതൊരു വ്യക്തിയും തന്റെ സമ്പത്തിന്റെ വിഹിതവും നൽകിയിട്ടില്ല എങ്കിൽ അള്ളാഹു അയാളുടെ കഴുത്തിന് ചുറ്റും ഒരു വളയമെന്നോണം ഒരു പാമ്പിനെ ആക്കുന്നതാണ്. വിഷാദിക്കത്താൽ തൊലി പോയ പാമ്പായിരിക്കും അത്.
അവൻ അതിൽ നിന്നും ഓടും, അത് അവനെ പിന്തുടരുകയും ചെയ്യും. ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത് ഓതുകയാണ്. ആ ആയത്തിന്റെ സാരം, അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണമാണെന്നൊരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷകരമാണത്. അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. സഹോദരങ്ങളെ, വേറെയും ഹദീസുകൾ ഇതു സംബന്ധമായിട്ട് നമുക്ക് ഉദ്ധരിക്കുവാനുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ സ്വഭാവ ഗുണമായി പറഞ്ഞ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് എന്ന ആയത്തോടുകൂടി സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്ത് അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.